ഓക്കെ, ഓരോരുത്തരായിട്ട് വരട്ടെ. ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ഇന്ന് ഞാനൊരു ലൈവ് ഇട്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് സൂചിപ്പിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ABC ചാനൽ ചർച്ചയിൽ ടിപ്പു സുൽത്താനെ കുറിച്ച് അവര് ഇപ്പം 2ാമത്തെ എപ്പിസോഡ് ചെയ്തു എന്ന് തോന്നുന്നു. ടിപ്പു സുൽത്താനെ കുറിച്ച് 1-2 എപ്പിസോഡ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ അതില് ആദ്യത്തെ എപ്പിസോഡ് വന്നപ്പോ തന്നെ അപ്പൊ ആ ചർച്ച നയിക്കുന്നത് വടയാർ സുനിൽജി പിന്നെ മറ്റേ രാമചന്ദ്രൻ സാറും കൂടിയിട്ടാണ്. അപ്പൊ ഈ രണ്ടുപേരും കൂടിയിട്ട് ഒരു ചർച്ചയാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിന് തൊട്ട് മുമ്പേ തന്നെ അതിന്റെ 2ാമത്തെ എപ്പിസോഡാണ് ഞാൻ കണ്ടത്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഈ വടയാർ സുനിൽജി ABCയിലെ ചർച്ച നയിക്കുന്ന വടയാർ സുനിൽജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഭീഷണി വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത്, സുനിലെ, നീ മരണം ഇരുന്നു വാങ്ങും എന്നല്ല, മദ്രസ മലയാളമാണ്. അപ്പൊ അതുകൊണ്ടാണ് സുനിലെ, നീ മരണം ഇരുന്നു വാങ്ങും, നീ മാത്രമല്ല നിന്റെ കുടുംബം മുച്ചൂടും, പിന്നെ ... ഏറ്റവും ദാരുണമാം വിധം വില കൊടുക്കും, നീ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. ഇതാണ് മദ്രസ മലയാളം. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞേക്കണത്, നിന്റെ കുടുംബം മുച്ചൂടും മുടിയുന്ന രീതിയിൽ നിന്നെ നിന്റെ കുടുംബത്തിനെയും പിന്നെ തീർക്കും എന്നാണ് ഒരാള് വന്നിട്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്, കുറച്ച് സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പത്രധർമ്മമാണ് ചെയ്യുന്നത്. ഇതുപോലെ നട്ടെല്ലോട് കൂടിയിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന പത്രപ്രവർത്തകർ വളരെ കുറവേ ഉള്ളൂ. നമുക്ക് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോ അതിലൊരാളാണ് വടയാർ സുനിൽജി എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോ ഈ ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ എന്താ ഇല്ലാത്ത കഥയാണോ? ടിപ്പു സുൽത്താൻ ഇല്ലാത്ത കഥയാണോ? ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നതാണ്. ഈ ടിപ്പുവിന്റെ പടവരെ ടിപ്പു വന്നിട്ട് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞതും ഈ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇവന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ കുരു പൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മയുടെ തറവാട്, അതായത് ഇരിങ്ങാലക്കുട അപ്പുറം കാറളം എന്ന് പറയുന്ന സ്ഥലത്ത് കരിപ്പിള്ളി പിന്നെ അവര് നായർ ഗ്രൂപ്പന്മാരാണ്. അതാണ് ജാതി. നായർ പണിക്കര് അങ്ങനെയുണ്ട്. അപ്പോ ഈ കരിപ്പിള്ളി തറവാട്ടിലെ പിന്നെ ഒരു അംഗമാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ വീട് കാറളത്താണ്, ഇരിങ്ങാലക്കുട. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന തറവാട്ടിലെ ഇടിക്കോന്ന പണിക്കര്, കൊച്ചുണ്ണി പണിക്കര് എന്നൊക്കെ പറയുന്ന ഇവരുടെ അച്ഛൻ, മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ തലമുറയില് ഈ പറയുന്ന ടിപ്പു പട്ടി എന്ന് തന്നെ പറയാം. പന്നിയേക്കാളും നല്ലത് ഈ ടിപ്പു പന്നി വന്നിട്ടുണ്ടായിരുന്നു കൊള്ളയടിക്കാനായിട്ട്. അപ്പോ ടിപ്പു പന്നി ഇന്നും എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 85 വയസ്സാണ്. എൻ്റെ അമ്മ ഇന്നും ആ കഥ പറയും. അപ്പോ അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മ കണ്ടിട്ടുള്ളതാണോ അതോ അമ്മയുടെ കാരണവന്മാര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ടിപ്പുവും പടയും കൊള്ളയടിക്കാൻ വരുന്നതിന് മുമ്പ് അവര് ഒരു സന്ദേശം അയക്കത്രേ. ആ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ തറവാട്ടിലുള്ളവര് അവിടുന്ന് ഇട്ടിട്ട് പോണം എന്നാണ് തഴക്കം എന്ന് പറഞ്ഞാൽ അയാളുടെ ഓർഡർ അങ്ങനെയാണ്. അയാൾ ഒരു ലെറ്റർ അയക്കും. ആ ലെറ്റർ കിട്ടിയ ഉടനെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ തറവാടും സ്വത്തുക്കളും സർവ്വതും ഇട്ടിട്ട് അവിടുന്ന് ഓടിക്കോണം. അങ്ങനെയാണ് ആജ്ഞ. അങ്ങനെയാണ് ടിപ്പുവിന്റെ ആജ്ഞ. അങ്ങനെ ടിപ്പു ഈ പറയുന്ന, അപ്പൊ ഞങ്ങൾക്ക് കാരണവന്മാരും കളരിയും വലിയ കളരിയാണ്. എൻ്റെ അമ്മയുടെ വീട്ടിലത്തെ കളരി വലിയ കളരിയാണ്. ഇപ്പൊ എല്ലാം മുടിഞ്ഞ് ഒരു നശകോശമായി. അപ്പൊ ഈ വലിയ കളരി കാരണവന്മാര് അതുപോലെ ഗംഭീര പിന്നെ 3 നിലയുള്ള നാലുകെട്ടുള്ള തറവാടായിരുന്നു എൻ്റെ അമ്മയുടെ. അവിടെയാണ് ഈ ടിപ്പുവിന്റെ പട വന്നത്. അപ്പൊ ഇവരൊക്കെ പഠിച്ചു സേവിച്ചവരാണ്. അതായത് ഈ കളരി കാരണന്മാരെ പഠിച്ചു സേവിച്ചവരെന്നാണ് എൻ്റെ അമ്മയുടെ കാരണന്മാരെയൊക്കെ പറയുക. അപ്പൊ ഈ എത്രയെങ്ങാണ്ട് കളരിക്ക് അതിന് കണക്കുണ്ട്, അമ്മ പറയുന്നതിന് ഞാൻ ഇപ്പൊ മറന്നുപോയതാണ്. അപ്പൊ അത്രയും കളരിക്ക് പഠിച്ചു സേവിച്ച കാരണന്മാരാണ് ഈ ഇടിക്കോന്ന പണിക്കര് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കാലസമയത്താണ്. ഈ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം കൊള്ളയടിക്കാൻ വന്നത്. ഇദ്ദേഹമല്ല, ടിപ്പു പന്നി കൊള്ളയടിക്കാൻ വന്ന് ലെറ്റർ കിട്ടി. അപ്പോ അതായത് സന്ദേശം കിട്ടി. അപ്പൊ സന്ദേശം കിട്ടിയപ്പോ എല്ലാവരും ജീവനും കൊണ്ട് ഓടാൻ നോക്കിയപ്പോ ഈ ഇടിക്കോന്ന പണിക്കര് പറഞ്ഞു, നമ്മൾ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ടിപ്പുവിനും പടയ്ക്കും അന്ന് സദ്യ ഒരുക്കിയിട്ട് ഹരിസത്യം
കുഞ്ഞിരുന്ന് തുമ്മി. ആ സദ്യ ഒരുക്കിയിട്ട് എല്ലാവർക്കും ഇലയിട്ടു. ഇവരും വന്നു. അപ്പൊ ഇവിടുന്ന് ആരും പോയി കാണുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ഇവിടുന്ന് ഓടാത്തേന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പോവാനായിട്ട് ഇവിടുന്ന് തയ്യാറാണ്, ഞങ്ങൾ പൊക്കോളാം, പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൊള്ളയടിച്ച് നിങ്ങൾ കൊള്ളയടിച്ചോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇലയിട്ട് സദ്യ വിളമ്പി. സദ്യ വിളമ്പിയിട്ട് ഈ ഇലയുടെ തലയ്ക്കൊക്കെ ഓരോ തേങ്ങ, ഓരോ മുഴുവൻ തേങ്ങ, അതായത് പൊതിച്ച തേങ്ങ ഉണ്ടല്ലോ പൊട്ടിക്കാത്തത്, ആ ഓരോ തേങ്ങ വിളമ്പി. എല്ലാവരുടെ ഇലയുടെ തലയ്ക്കത്ത് ഓരോ തേങ്ങ വിളമ്പി. ഈ തേങ്ങ വിളമ്പി കഴിഞ്ഞിട്ട് എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു ഇരുന്നു. ഈ ടിപ്പുവും പടയും വന്ന് അവരും ഇരുന്നു. ആദ്യമേ തന്നെ നമ്മുടെ മുതുമുത്തച്ഛനായ ഈ ഇടിക്കോന്ന പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒറ്റ കൈകൊണ്ട് ഈ ഇലത്തലയ്ക്ക് ഇരുന്നിരുന്ന തേങ്ങ ഒറ്റ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു എന്നാണ് പറയണത്. അതായത് കളരി പഠിച്ച് സേവിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പോ ഈ പറയുന്ന ഉണ്ണാനായിട്ടിരിക്കുന്ന ടിപ്പു പന്നിയും പന്നിയുടെ കൂട്ടാളികളും കൂടിയിട്ട് ഇത് കണ്ടപ്പോൾ അവരാകെ ഭയന്നു പോയി എന്നാണ് പറയണത്. കാരണം ഒറ്റ കൈകൊണ്ട് തേങ്ങ അദ്ദേഹം ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞപ്പോ അതുപോലെ പിഴിയാനൊന്നും ടിപ്പു പന്നിക്ക് ആവില്ല. അപ്പോ ഇദ്ദേഹം കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അടിയൻ ഇവിടുന്ന് പോകാനായിട്ട് ദയവുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തോറ്റ് വണ്ടിയും വിട്ടുപോയി കണ്ടം വഴി ഓടിയെന്നാണ് കഥ. ഈ കഥ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ളതാ എൻ്റെ അമ്മ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ടിപ്പു ഈ പറയുന്ന പടയും വന്ന തറവാടാണ് നമ്മുടെ തറവാട്. ഈ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ച് ചരിത്രങ്ങളുണ്ട്. ഇത് സത്യസന്ധമായ ഒരു കാരണമാണ്. ഇദ്ദേഹം, അതായത് കുറച്ച് കാര്യങ്ങളെ നമുക്ക് അറിയുമായിരുന്നുള്ളൂ. പക്ഷെ ABC-യുടെ ഇപ്പൊ ഈ അടുത്ത് വന്ന 1-2 എപ്പിസോഡുകൾ കേട്ടപ്പോൾ ഇവന്മാര് ചെയ്ത അക്രമങ്ങള്, ഇവന്മാര് ചെയ്ത അനീതികള്, ഇവന്മാര് ചെയ്ത തെണ്ടിത്തരങ്ങള്, ഇത് മുഴുവനും കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തരിച്ചിരുന്നു പോയി. ഈ പറയുന്ന ഈ ടിപ്പു വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്ത ക്രൂരതകൾ എന്ന് പറഞ്ഞാൽ അതിക്രൂരതകൾ, ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ക്രൂരതകൾ ചെയ്ത ആ ടിപ്പുവിനെയാണ് ഇന്നിപ്പോ ഈ വർഗം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാള് ആരോ ആവട്ടെ, ന്യായമോ അന്യായമോ, അത് അന്യായം ചെയ്താൽ അത് അന്യായം തന്നെയാണെന്ന് പറയാനുള്ള മിടുക്കുണ്ടാവണം ആർക്കാണെങ്കിലും. കാരണം ടിപ്പുവും പോയി, അവന്റെ അവസാനവും കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും ടിപ്പുവിനെ വാഴ്ത്തുന്ന ഒരുപാട് ടിപ്പുവിന്റെ വാലാട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പോ ആ ടിപ്പുവിന്റെ വാലാട്ടിയിൽ ഒരാളാണ് അത് എപ്പിസോഡായിട്ട്, ഈ ടിപ്പു ചെയ്ത കാര്യങ്ങൾ എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചപ്പോ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ABC-യിലെ വടയാർ സുനിൽജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വന്നിട്ടുള്ളതാണ്, സുനിലെ നീ മരണം ഇരന്നു വാങ്ങുന്നു, അയാളുടെ കുടുംബത്തിനെ മുച്ചൂട് മുടിപ്പിക്കുന്നു, അവസാനിപ്പിക്കുന്നു. അത് ഏത് തരത്തിലാണോ, നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസനെ തലയ്ക്കടിച്ച് കൊന്ന പോലെ കൂടം കൊണ്ട് അടിച്ചിട്ടാണോ അതോ ബോംബ് വെച്ചിട്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. ഭീഷണിയാണ്, കൊല്ലും, ഭയങ്കര പീച്ചണി. ഈ പീച്ചണി പറയുന്ന മതത്തിന്റെ പേരെന്താണെന്നറിയോ? സമാധാന മതം. അതാണ് ഈ പീച്ചണി. അത് കൂടാതെ അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വേറൊരു പോസ്റ്റും കൂടി ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതിനകത്ത് പറയുന്നത്, മൂക്കും മുഖവും നോക്കിയിരുന്നാൽ വീടും പറമ്പും പോകും എന്നാണ്. ഇതിലും ലളിതമായി പ്രബുദ്ധരോട് പറഞ്ഞു തരാൻ സാധിക്കില്ല. ഒന്ന് നോക്കിക്കോളൂ, കണ്ട് ആസ്വദിച്ചോളൂ വേണമെങ്കിൽ. കണ്ടോ? ഇതാണ് ആ പോസ്റ്റ്. അതായത് നമ്മുടെ പ്രിയങ്ക പിന്നെ പ്രിയങ്ക റോബർട്ട് വധേരയുടെ പിക്ചർ കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, വടയാർ സുനിൽജിയാണ് പോസ്റ്റ് ഇട്ടത്, മൂക്കും മുഖവും നോക്കിയിരുന്നാൽ വീടും പറമ്പും പോകും. ഇതിലും ലളിതമായി പ്രബുദ്ധരോട് പറഞ്ഞു തരാൻ സാധിക്കില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ പോസ്റ്റ്. ആ പോസ്റ്റ് ഇട്ടതിന് അതും കൂടെ കൂട്ടി വായിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ മലയാളി ഇന്നും മലയാളിയുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും കളിമണ്ണോ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യം കൂടെ ചിന്തിച്ചാൽ മതി. ടിപ്പുവിന്റെ പട വന്ന കാലത്ത് നമ്മൾ അനുഭവിച്ചതും അന്നത്തെ ഇപ്പൊ വക്കപ്പായിട്ട് കൊണ്ടുവരുന്നതും, ഈ വക്കഫിന് ഈ മൂക്കും മുഖവും നോക്കിയിട്ട് നമ്മൾ സാരി ഉടുത്തതൊക്കെ നോക്കിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുറെ ഓൾമോസ്റ്റ് നായർ ഫാമിലീസ് അഡിക്റ്റഡ് ആയിട്ട് കുറെ തറവാട്ടുകാര് ഈ പറയുന്ന കോൺഗ്രസിന് അഡിക്റ്റഡ് ആണ്. ഞാനും അങ്ങനെ ഒരു അഡിക്റ്റഡ് ആയ തറവാട്ടിലത്തെയാണ്, ആയിരുന്നു, ഇപ്പോഴല്ല. ഇപ്പൊ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ എന്റേതായ തലയ്ക്കകത്ത് വെളിവുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചേ വോട്ട് ചെയ്യാറുള്ളൂ. ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. നല്ല രീതിയിൽ നാടിനെ സേവിക്കുന്ന, നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വോട്ട് ചെയ്യില്ല. എന്റെ കാര്യം അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നും ഞാൻ അങ്ങ് മരിച്ച് മണ്ണിനടി പോയാലും ഞാൻ മാറൂല എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന കടിച്ചു പിടിച്ച് കിടക്കുന്ന കുറെ കൊള അട്ടകളുണ്ട്. ആ അട്ടകളോടാണ് ഞാൻ പറയുന്നത്,
ഈ പറയുന്ന മൂക്ക് അങ്ങനെയാണ്, മുഖം ഇങ്ങനെയാണ്, ചുണ്ട് എങ്ങനെയാണ്, സാരി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കോലം കെട്ടിയിട്ട് ഓരോരുത്തന്മാർ വന്നു കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് വോട്ട് ചെയ്താൽ ഇരിക്കണ കിടപ്പാടം അങ്ങ് പോയി കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ സത്യം പറയുമ്പോ ഇപ്പൊ ABC-യിലെ ആ 2 എപ്പിസോഡ് അവതരിപ്പിച്ചപ്പോൾ അത് സത്യം പുറത്തു വരുമ്പോ ആർക്കാണ് ഇത്ര വലിയ പൊള്ളല്? കൊല്ലും എന്നാണ് പറയണേ. കൊല്ലും, നീ അവസാനിക്കും, നിന്നെ കൊല്ലും. അപ്പൊ ടിപ്പുവിന്റെ പടം വന്നത് ഉണ്ടാക്കിയ കഥയാണോ? നമ്മൾ കെട്ടിച്ചമച്ചതാണോ? അല്ലല്ലോ, അതുണ്ടായതല്ലേ. അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. അയാൾ തല്ലിപ്പൊളിച്ച ക്ഷേത്രങ്ങളും, അയാൾ വാരിയെറിഞ്ഞ വിഗ്രഹങ്ങളും, അയാൾ നശിപ്പിച്ച തറവാടുകളും, അയാൾ കൊള്ളയടിച്ച പിന്നെ എന്താ പറയാ നമ്പൂതിരി തറവാടുകളും ഇല്ലങ്ങളും, അയാൾ ബലാത്സംഗം ചെയ്തത്, അയാള് ജാതി മാറ്റിയത്, ഇത് മുഴുവൻ ചെയ്തതെല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കിടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്, ഇന്നും കിടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കഴിഞ്ഞ ദിവസം രാമസിംഹൻജി സിനിമ എടുത്തതിലും അതിലും